ഇപ്രാവശ്യം എന്നെ പൊക്കിയത് തന്നെ. ഉരുത്തിക്കൊല്ലാതിരുന്നാ മതിയായിരുന്നു. ഏതിലെ പോകും? ഇതിലെ പോകാം. സ്പീഡിൽ ഇവിടെ. ആവൂ, അപ്പൊ എന്നെ പൊക്കാനായിരുന്നില്ലല്ലേ? എല്ലാരും എണീക്ക്. ഇത്രയും ആൾക്കാരുണ്ടല്ലേ, കുറച്ച് മാന്യമായിട്ട് നടക്കാം. എന്താടാ എന്റെ നടത്തം കണ്ടിട്ട് നിനക്ക് പിടിച്ചില്ലേ? എടാ നീ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയിലെ ചില പോലീസുമാർ ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ അവരിപ്പൊ പുല്ല ഉച്ചിഷ്ട അമ്മയത്തി ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയാത്തത് എന്റെ മാന്യത. കേട്ടറാ തെണ്ടി. എന്റെ സ്വഭാവം നിനക്കൊന്നും അറിയില്ല. ഏതോ തമിഴ് മന്ത്രിയുടെ പ്രതിമയാണെന്ന് തോന്നുന്നു. അനുഗ്രഹിക്കണം, ഞാൻ നന്നായി വരട്ടെ. ആരാ ഇതിന്റെ സിലോപ്പി? ഇതുണ്ടാക്കിയത് ആരാണെന്ന്? ഉണ്ടാക്കിയ ആള് ചത്തുപോയി. പേര് പപ്പനാവൻ. 3 പടിയുണ്ട്, സൂക്ഷിക്കണം. ഇക്കാലത്ത് പ്രതിമ സംസാരിച്ചു തുടങ്ങി. ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ധൈര്യം കാണിച്ച ആ മഹാൻ? ഞാൻ എപ്പോഴേ പറഞ്ഞതാ മിസ് കോൾ കൊടുത്താൽ മതിയെന്ന്. ആരാന്ന്? ഞാനാണ് സാർ. മാറിക്ക്. എന്താ തന്റെ പേര്? പ്രതിമയോടല്ല, തന്നോട്. സദാശിവൻ. താൻ സാദാശിവനല്ലേ, അല്ലാതെ ഒറിജിനൽ ശിവനൊന്നും അല്ലല്ലോ. ഈ മരിച്ചുപോയ കുമാരൻ ജീവിച്ചിരുന്ന ആളാണ്. ജീവിച്ചിരിക്കുമ്പോൾ അയാൾ മരിച്ചിട്ടില്ല സാർ. മൈ ഗോഡ്. അപ്പൊ ഈ കേസും കുഴയും. അല്ല, അത് തനിക്കെങ്ങനെ അറിയാം? ഞാൻ ജീവശാസ്ത്രം പഠിച്ചിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഈ ജീവന്റെ ആദ്യ ബിന്ദുവായ അമീബ വിഘടന പരമ്പരയിലൂടെ പരിണാമങ്ങൾക്ക് വിധേയമായി ഈ മെറ്റമോർഫോസിസ് ലീഡ് ടു ഹ്യൂമാനിറ്റേഷൻ, എവല്യൂഷൻ തിയറി. അപ്പൊ എന്റെ ഊഹം തെറ്റില്ല. താനൊരു ബുദ്ധിജീവിയാണല്ലേ? ഞാനായിട്ടായതല്ല, പിന്നെ പാരമ്പര്യം. മനസ്സിലായില്ല. എന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ. അതാരാ? അല്ലെങ്കിൽ താൻ ഉണ്ടാവില്ലല്ലോ. അതെന്റെ അനിയനായിരുന്നു. അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ ബുദ്ധിജീവികളെ ഒരൊറ്റ കയറ്റാൻ തരും. എവിടെ മരിച്ചുപോയ കുമാരന്റെ ഭാര്യ? അകത്ത് കിടന്ന് കരയുകയാണ്. താങ്ക് യു. അപ്പൊ മരിച്ചുപോയ ആള് കുമാരൻ. അപ്പൊ ഈ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കുമാരന്റെ ഭാര്യ. കൺഫ്യൂഷൻ. നിക്കണ്ട അവിടെ. ഇതെന്താ സ്കൂൾ വിട്ട പോലെ? അകത്ത് ഉപ്പാവൊന്നും വിളമ്പണില്ല. ആരും വരണ്ട. താനങ്ങോട്ട് പോകുന്നു. അല്ല, ആരും വരണ്ടെന്ന് പറഞ്ഞു. എന്നോടൊപ്പം ഒരാൾക്ക് വരാം. താനങ്ങോട്ടാ? ഒരാൾക്ക് വരാമെന്ന് പറഞ്ഞു. എടോ, അത് ഞാൻ ഇവനോട് പറഞ്ഞതല്ലേ. ഒരാളായില്ലേ സാർ? എടാ, അതിന് ഇവൻ. അല്ല, ഞാൻ ഒരാളാണ് സാർ. എടാ, അതല്ല, ഞാൻ ഇവനോടാ പറഞ്ഞത്. ഞാനും ഒരാളാണ് സാർ. എടോ, നിങ്ങൾ രണ്ടല്ലേ? അല്ല സാർ, ഞങ്ങൾ ഓരോരുത്തരാ. എന്നാ നിങ്ങൾ വാ. ഇതിൽ ആർക്കാ തെറ്റി? ഇതെന്താ പോലീസ് അകത്തോട്ട് ചോദ്യം ചെയ്യാൻ. അതിന് വനിതാ പോലീസ് അല്ലേ വേണ്ടത്? അയ്യോ, കൊണ്ടുവരാൻ മറന്നുപോയി. ഞാൻ ഇനി സാരി ഉടുത്താൽ മതിയോ? നന്നായി സാറേ, കുറച്ച് വർത്താനം കൂടുതൽ. നിർത്താൻ. ഈ സൗമിനെ ഞാനല്ല, ഇതാ കുമാരൻ ഭർത്താവാണ് സാർ. ഓ, ഈ കുട്ടി എന്റെ മോള. അപ്പൊ കുമാരന്റെ കുട്ടിയല്ല. ഈ കുമാരൻ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല സാർ. ദാമ്പത്യ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞോളൂ. എനിക്കതൊക്കെ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ്. സത്യം. ക്ഷമിക്കണം സാർ, മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യയാണവർ. എന്റെ ഭാര്യയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്വന്തം ഭർത്താവ് മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് ഇപ്പൊ കഴിയില്ല. എന്നാ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് സാർ. ശരി, എന്നാ വേറെ ചോദ്യം ചോദിക്കാം. ഒരൊറ്റ ചോദ്യം. കുമാരന് ഇഷ്ടപ്പെട്ട പൂവ്? സാർ പ്ലീസ്. ഞാൻ പൂവെന്നല്ലേ പറഞ്ഞത്. അതിൽ അക്ഷര തെറ്റൊന്നുമില്ലല്ലോ. ഇടോ, കുമാരന് ഇഷ്ടം മുല്ലപ്പൂവായിരുന്നെങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. ഈ മുല്ലപ്പൂവിന് ചില കാര്യങ്ങളുമായി വല്ലാത്തൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാ. ബൈ ദ ബൈ, കുമാരൻ അയച്ച കത്തെവിടെ? കത്ത് ഇവിടെ ഉണ്ട് സാർ. അങ്ങട് ഇപ്പൊ വായിച്ചു. എന്റെ പ്രിയപ്പെട്ട സൗമിനിക്ക്. എന്തു പറ്റി സാർ? എടോ, ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് അയച്ച കത്ത് ഒരിക്കലും മാന്യനായ ഒരാൾ വായിക്കാൻ പാടില്ല. ഞാൻ അത്ര ചീപ്പല്ല. എന്നാ സാറ് കത്ത് ഇങ്ങോട്ട് കൊടുക്ക്. താൻ വായിക്ക. കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഇതിങ്ങനെ പരസ്യമായിട്ട് വായിക്കുന്നത് ശരിയല്ല. അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്റെ മരുമകളുടെ ഭർത്താവ് അവൾക്ക് അയച്ച കത്താ അത്. എന്റെ അനിയൻ എഴുതിയ കത്താ. അയക്കുന്നവിടെ തീർന്നു. എഴുതിയാളുടെ അവകാശം. ഇപ്പൊ ഈ കത്ത് ഞങ്ങളുടെ അവകാശത്തിലാ. അത് തന്നെ. നിങ്ങൾ അത്രയ്ക്ക് അടുത്ത ബന്ധുക്കളാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? നല്ല ഐക്യം. കുമാരൻ ഇവിടെ അടിച്ചോണ്ട് പോന്നതാ. ഓഹോ. പ്രായപൂർത്തിയായ യുവതി യുവാക്കളുടെ കല്യാണത്തിന് എതിര് നിന്ന നിങ്ങളുടെ പേരിൽ മുൻകാല പ്രാബല്യത്തോടെ എനിക്ക് കേസെടുക്കാം.
കുമാരന്റെ ആത്മഹത്യാ പ്രേരണയും നിങ്ങളുടെ പേരിൽ ചുമത്തും. പോലീസിന് എങ്ങനെ വേണോ കേസെടുക്കാം, അറിയാലോ. എല്ലാത്തിനെയും കുറുക്കും ഞാൻ. അകത്തിങ്ങടുത്തെ ഇതിന്റെ സീല് വെച്ച് അയച്ച സ്ഥലം ഞാൻ കണ്ടുപിടിക്കും. ആ കിട്ടിപ്പോയി. KA. എടോ, ഇത്രയും നാളായിട്ട് ഈ സീല് വെച്ച് ഇവിടെയുള്ള ക്ലാപ്പന്മാരും ഇത് കണ്ടുപിടിച്ചില്ലേ? എടോ, KA എന്ന് പറഞ്ഞാൽ കാസർഗോഡ്, അല്ലെങ്കിൽ കടലുണ്ടി, അല്ലെങ്കിൽ കൽപ്പറ്റ, കായംകുളം, ഇല്ലെങ്കിൽ കളിയിക്കവള. ഇവിടെ എവിടുന്ന് അയച്ചതായിരിക്കും. പക്ഷെ ഇത് കണ്ടുപിടിക്കണം. ഇനിയിപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ തന്നെ കിട്ടുന്നത് എന്താ? വേറെ ഒരു ഡെഡ് ബോഡി. അതും കിട്ടണമെന്നില്ല. സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പിന്നെ എങ്ങനെ പണയണം? ഇല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള സകല കുമാരന്മാരുടെയും ലിസ്റ്റ് എടുക്കണം. അതിൽ മരിച്ചവരെത്ര, മരിക്കാത്തവരെത്ര, അതെല്ലാം കൂടെ കൂട്ടി കുടിച്ച് ഹരിച്ച് വരുമ്പോഴത്തേനും ഞാൻ റിട്ടയർ ആവും. സാർ എന്തൊക്കെയായി പറയുന്നത്? കുമാരന്റെ ബോഡി എളുപ്പം കണ്ടുപിടിക്കണം, അല്ലെ നാട്ടുകാരുടെ തനിനിറം കാണേണ്ടി വരും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. നീ വാടാ, നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. പഞ്ചാരക്കര പുത്തൻ വീട്ടിൽ വലിയ കേശു പണിക്കരുടെ മൂത്ത മകൻ ചാത്തുപ്പണിക്കരാ ഞാൻ. എന്നോടാ അവന്റെ കളി. എന്നെപ്പോലൊരു മാന്യനെ എന്റെ കുമാരന്റെ വീട്ടിൽ നിറക്കി വിടാൻ അവനാരാ ലൈസൻസ് കൊടുത്തേ? എന്താ പണിക്കരേട്ടാ? ഒരു ബന്ധവും ഇല്ലാതെ, ഒരു കാര്യവും ഇല്ലാതെ ഒരു അന്യ വീട്ടിൽ വന്ന് ഒരുത്തിന് ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കുവോ? കുമാരൻ ചത്തു എന്നറിഞ്ഞപ്പോ നേരെ ഇങ്ങ് കയറി പോന്നതാ അവൻ. ഞാൻ ഈ പറയുന്ന അച്ചട്ട അവനെ അവിടെ മറ്റവനാ കാമുകൻ. എനിക്ക് മനഃശാസ്ത്രം അറിയാം. എല്ലാവരെയും കാണണമെങ്കിൽ കണ്ടോ ഈ മാന്യനായ മനഃശാസ്ത്രജ്ഞനെ. നിങ്ങളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പറയണ്ട, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അത് ശരിയാ. നാട് നീളെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ പരദൂഷണം പറഞ്ഞ് നടക്കണല്ലേ നിങ്ങളുടെ മഹത്വം. അത് വല്ലാണ്ടങ്ങ് വിളമ്പണ്ട. വിളമ്പുവേടോ, അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. 24 മണിക്കൂറും കള്ളും കുടിച്ചു നടക്കുന്ന തനിക്ക് എന്നെ പറ്റി പറയാൻ എന്ത് അവകാശമാണോ ഉള്ളത്? അവകാശമുണ്ട്. ഞാൻ തന്നെ പോലെ നാണമില്ലാതെ നടക്കുന്നവനല്ല. ഞാൻ കള്ളു കുടിച്ചാലും ഏത് പാതിരാത്രി ഏത് വീട്ടിലും മണിമണി പോലെ കയറി ചെല്ലാം. താൻ കള്ളു കുടിച്ചില്ലെങ്കിലും കയറി ചെന്ന അവരെ കേട്ടില്ല, അല്ലേ സഖാവേ? അതിപ്പോ രാഷ്ട്രീയപരവും സൈദ്ധാന്തികവുമായിട്ട് പറഞ്ഞ തുടങ്ങി. വേണ്ട. താൻ വലിയ കൊത്താഴത്ത പണിക്കരെന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പണ്ട് നിങ്ങളുടെ പരദൂഷണം കാരണം ഈ നാട്ടിലെ ഒരു പെണ്ണ് കിണറ്റിച്ചാടി ചത്തിട്ടുണ്ട്. ഇനി അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സദാശിവൻ, അവൻ ഞങ്ങള് നാട്ടുകാരുടെ മുമ്പിൽ ആൺകുട്ടിയാ, കാര്യത്തിന് കൊള്ളുന്നവൻ. എന്ത്? അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ അവന്റെ ആളുകളായി. പറഞ്ഞതും കുഴപ്പം. പണിക്ക് അറിഞ്ഞു മോങ്ങാൻ തുടങ്ങി.